വിശ്വാസപൂർവം ആ ചെങ്കൊടിയുടെ പിന്നിൽ 50,000 അരലക്ഷം വരുന്ന കൃഷിക്കാരൻ ബോംബെയിലേക്ക് മാർച്ച് ചെയ്തത് ഈ അപകടം മനസ്സിലാക്കിയ ഫട്നാവിസ്, അവിടുത്തെ മുഖ്യമന്ത്രി, BJPയുടെ മുഖ്യമന്ത്രി ജില്ലാ കളക്ടറെ വിളിച്ച് കർഷക സംഘം നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ച കരാർ. അപ്പോൾ കാണുന്നൊരു പ്രത്യേകത, സമരത്തെ തുടർന്ന് കരാറുകൾ ഉണ്ടാക്കും. കരാറുകൾ പിറ്റേ ദിവസം മുതൽ നടപ്പാക്കപ്പെടുകയല്ല, കരാറുകളിൽ ഇതാണ് ഒരു കൊല്ലം നീണ്ടു നിന്ന് നടത്തിയ കർഷക സമരം. ആ കർഷക സമരത്തിൽ എത്ര നൂറുകണക്കിന് കർഷക വളണ്ടിയർമാരാണ് രക്തസാക്ഷികളായത്. സേലം ജയിലിൽ വെടിവെപ്പിനെ തുടർന്ന് 22 പേർ രക്തസാക്ഷികളായി. ഒരു കൊല്ലം മോഡിയുടെ നയത്തിനെതിരെ അഖിലേന്ത്യാ വ്യാപകമായി നടത്തിയ സമരത്തിൽ നിരവധി നൂറുകണക്കിന് കൃഷിക്കാർ രക്തസാക്ഷികളായി. ആ രക്തസാക്ഷിത്വം കൊണ്ടും ത്യാഗം കൊണ്ടും കോവിഡ് നടന്ന കാലത്താണ് ഈ കർഷക സമരം നമ്മൾ നോക്കാതെ മുന്നോട്ട്. കേരളത്തിൽ നിന്ന് പോലും പങ്കെടുത്ത നിരവധി ആളുകൾക്ക് അവർ സമരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കോവിഡ് ബാധിതരായിട്ടാണ് പോയ മിക്കവാറും എല്ലാവരും തിരിച്ചു വന്നത്. അത്രയും വലിയ പോരാട്ടം നടത്തി മോഡിയെ മുട്ടുകുത്തിച്ച കർഷക പ്രസ്ഥാനമാണ് നമ്മുടേത്. അതോടൊപ്പം ആ കർഷക പ്രസ്ഥാനത്തിന് കരുത്തുള്ള സംസ്ഥാനം എന്ന നിലയിൽ കർഷകരുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ്, 10 കൊല്ലക്കാലം അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഗവൺമെന്റ്, ഈ ഗവൺമെന്റിനെതിരെ വലതുപക്ഷ ശക്തികളെ ആകെ കൂട്ടിയോജിപ്പിച്ച് ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. ഈ ഗവൺമെന്റ് പോയാൽ പകരം വരുന്ന UDFന്റെ ഗവൺമെന്റ് വരുമെന്ന് അവരാഗ്രഹിക്കുന്ന UDFന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കൃഷിക്കാരനായി എന്ത് ചെയ്യും എന്നവർ പറയുന്നില്ല. ഈ ഗവൺമെന്റ് ചെയ്യുന്നത് തെറ്റ്, കർഷക ദ്രോഹ നയം ഏത് എന്നവർക്ക് പറയാൻ കഴിയുന്നില്ല. ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു നടപടികളെയും അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നില്ല. ഗവൺമെന്റിനെതിരെ കള്ളം പ്രചരിപ്പിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് വിധേയരായി പോകാൻ ഇടവരുന്നത് കർഷകരിൽ തന്നെയാണ്, കർഷക മേഖലയിൽപ്പെട്ട ആളുകളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും.